Meet the editors. തിരച്ചിൽ അവസാന ഘട്ടത്തിലോ എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ഇന്നത്തെ തെരച്ചിൽ നിന്ന ജനകീയ തെരച്ചിലായിരുന്നു. 2000-ഓളം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തിരിക്കുന്നു. അതിൽ മംഗലാപുരത്തു നിന്ന് പോലും ഭാഷയൊന്നും അറിയാത്തവരും വന്നിരിക്കുകയാണ് തെരച്ചിലിന്. അതും നമ്മൾ കണ്ടു. മാത്രമല്ല, ബന്ധുക്കൾ, അവസാനവട്ട തെരച്ചിൽ ബന്ധുക്കളാണല്ലോ പോകുന്നത്. അപ്പോൾ അവസാനം ആ വീടിരുന്ന സ്ഥലം, അതിനകത്ത് തെരച്ചിലൊക്കെ അവസാനിപ്പിച്ച സ്ഥലമാണ്. അവിടെ വന്നു നിന്ന് അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. നിശ്ചയമായും നമുക്കറിയാമല്ലോ, അങ്ങേയറ്റം വേദനാജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് വയനാട്ടിലെ ഈ ദുരന്തബാധിത മേഖലയിലെ മനുഷ്യരെല്ലാം, അവശേഷിക്കുന്നവർ, ജീവിച്ചിരിക്കുന്നവർ കടന്നു പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു മനുഷ്യനും സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തെയാണ് അവരിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന ജനകീയ തെരച്ചിലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ കൊണ്ട് എത്രമാത്രം ഇനി പ്രയോജനമുണ്ട് എന്ന് ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം സർക്കാരിനുണ്ട്. കാരണം ഇതുവരെ നമുക്കറിയുന്നത് പോലെ വിവിധ സേനകളാണ് അവിടെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ജൂലൈ 30-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 12 ദിവസമാകുന്നു ഇന്നാകുമ്പോൾ. ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുള്ളത്, ഈ 12 ദിവസത്തിന് ശേഷവും 130-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. അവരൊക്കെ മടങ്ങി വരുമോ, അല്ലെങ്കിൽ അവരൊക്കെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് എത്രമാത്രം സാധ്യമാണതൊക്കെ. അപ്പോൾ ജനങ്ങളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ നടത്തുന്ന തെരച്ചിൽ തുടർന്നും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഈ 130 പേരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഉപേക്ഷിച്ച് പോരാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ മറ്റു ചില കണക്കുകളുണ്ടല്ലോ. ഇപ്പോൾ പെട്ടിമുടിയിൽ 5 പേരെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുത്തുമലയിൽ 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അമ്പൂരിയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ മരിച്ചവരിൽ പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടെത്തപ്പെടുന്നവരെ തന്നെ തിരിച്ചറിയാൻ കഴിയുമോ? ഇതിൻ്റെ ഒരു ഡീക്കേയിങ് പീരീഡൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച് പോകുന്നൊരു സാഹചര്യമാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമോ? DNA പരിശോധനയിലൂടെയൊക്കെ കഴിയുമായിരിക്കും. പക്ഷേ ഇനിയൊരു മടങ്ങി വരവ് നഷ്ടമായ ആളുകളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തിരച്ചിലിങ്ങനെ അനസ്യൂതവുമായും അനന്തമായും തുടരുന്നതിൽ ഇനി വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു സർക്കാരിന് അത് വഴിയിൽ ഉപേക്ഷിച്ച് പോരാൻ കഴിയുകയുമില്ല. അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നമ്മളിനി ഊന്നൽ നൽകേണ്ടത് ഈ പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് മനുഷ്യരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ തന്നെ താങ്കൾ നടത്തിയ ചർച്ചയിൽ ക്യാമ്പിൽ താമസിക്കുന്ന ഒരാൾ മുഹമ്മദ് റാഷിദ് അല്ലേ, അദ്ദേഹം എന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് വസ്തുത തന്നെയാണ്. നമ്മളിപ്പോൾ 17 ക്യാമ്പുകളിലായിട്ടാണ് ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത്. പല കുടുംബങ്ങൾ ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയേണ്ട സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ വീടുകളിലേക്ക്, കഴിയുന്നത്ര വീടുകളിലേക്ക് മാറ്റി 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 പാർപ്പിച്ച് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ. 42ഓളം വീടുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ സന്നദ്ധരായിട്ട്, അവർ ഈ വാടകയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പൈസ കിട്ടുക എന്നുള്ള അർത്ഥത്തിലേ അല്ല അവർ അതിനെ സമീപിച്ചിരിക്കുന്ന, ഒരു കൈസഹായം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ആരംഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ മാനസികാഘാതത്തിലും മാനസിക സമ്മർദ്ദത്തിലും പെട്ടിട്ടുള്ള മനുഷ്യരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ്. അവരെ ഇപ്പോൾ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് അവരെല്ലാം തുല്യ ദുഃഖിതരാണ് എന്നുള്ളതാണ് അല്ലേ. മനുഷ്യരെ, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട, ഇനിയും കണ്ടെത്താത്ത ആളുകളെ കാത്തിരിക്കുന്ന ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കണമെന്നില്ല. എല്ലാവർക്കും ഒരുമിച്ചിങ്ങനെ വളരെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്കൊക്കെ പരസ്പരം പങ്കുവയ്ക്കാവുന്ന ദുഃഖങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഈ ക്യാമ്പുകളിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരിതപൂർണ്ണമായിരിക്കും, ഒരു സംശയം വേണം. നമ്മളിനി അവിടെ എന്തൊക്കെ കൊണ്ടുപോയി കൊടുത്താലും, ഇപ്പോൾ ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു, ഇഷ്ടംപോലെ പിന്നെ ഭക്ഷണം അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നു, എങ്കിൽ കൂടിയും പരാതികൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലായിടത്തും എല്ലാവരുടെയും കണ്ണെത്തണമെന്നില്ല. നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നൊരു യാഥാർത്ഥ്യം നമുക്കുണ്ട്. ഒരാൾക്ക് പോലും ഒരു ദുഃഖമുണ്ടാകാതെ, ഒരു കുറവുണ്ടാകാതെ നോക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിന് എല്ലാ മനുഷ്യരും തയ്യാറുമാണ്.
സന്തോഷകരവുമാണ്. പക്ഷേ ഈ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്ന് മാധ്യമങ്ങൾക്ക് കയറി അന്വേഷിക്കാൻ കഴിയുന്നില്ല, അതൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാളുകൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ കഴിയുന്നില്ല. നിശ്ചയിക്കപ്പെട്ട വോളണ്ടിയർമാരാണ് ഈ ക്യാമ്പുകളിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെത്രത്തോളം സഹാനുഭൂതിയുള്ളവരാണ്, സഹതാപമുള്ളവരാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് പിന്നെ ദേഷ്യമൊക്കെ പിടിക്കുന്ന ആളാണെങ്കിൽ മറ്റൊരു വസ്ത്രം തരാൻ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഇന്നത് കിട്ടിയത് പോരെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകൾ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി വാടക വീടുകളിലേക്ക് പാർപ്പിക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അതായിരിക്കണം ഇനിയൊരു പ്രയോറിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. തെരച്ചിലൊക്കെ സ്വാഭാവികമായിട്ടും നടന്നുകൊള്ളട്ടെ, പക്ഷേ നമ്മളുടെ ഒരു മുൻഗണന എന്ന് പറയുന്നത്, പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് വാടക വീട്ടുകളിലേക്ക് മാറ്റുക. അതിനുശേഷം അവരെ നന്നായി പുനരധിവസിപ്പിക്കുക, അവരെ അവരുടെ എന്താ പറയുക ആരോഗ്യത്തിലേക്കും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ തെരച്ചിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തിരച്ചിൽ തുടരേണ്ടതുണ്ട്. കാരണം അവസാനത്തെ ആളെയും കണ്ടെത്താൻ കഴിയുന്നത് വരെ നമ്മളത് തുടരാൻ ബാധ്യസ്ഥമാണ്. കാരണം ഒരാളും അംഗീകരിക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡാസ് എഴുതി ഇങ്ങോട്ട് തന്നാൽ ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കും? അങ്ങനെ അംഗീകരിക്കാൻ സാധ്യതയില്ലല്ലോ. പോയതിൻ്റെ ഒരു തെളിവ് വേണം. പിന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുണ്ട്. അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം, അല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ മനുഷ്യരുടെ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത് ഒരു ദുരന്ത സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രഥമ പരിഗണന ഇനി അങ്ങോട്ടേക്ക് പുനരധിവാസം തന്നെയായിരിക്കണം. പുനരധിവാസം എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റി വീടുകളിലേക്ക് എത്തിക്കണം. അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന സഹായ വാഗ്ദാനങ്ങളെല്ലാം പേപ്പറിലാണുള്ളത്. അതൊരു നടപടിക്രമത്തിൻ്റെ പ്രശ്നമുണ്ട് എങ്കിൽ കൂടിയും അതുമൊന്നും വൈകിക്കൂടാ. ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിനകത്ത് ഈ 10,000 രൂപ കൊടുക്കാമെന്ന് പറയുന്ന കാര്യം ഒരു മാസത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ കൂടിയും ഈ 300 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന കാര്യമുണ്ടല്ലോ. അതിപ്പോൾ ഇന്നിപ്പം സ്മൃതിയുടെ ചർച്ചയിൽ ഒരു കുട്ടിക്കുള്ള പാമ്പറിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് പുറത്തു പോയിട്ട് വലിയൊരു പ്രശ്നം ഈ പറയുന്ന നിങ്ങളൊക്കെ പോയൊരു സ്ഥലമാണ്, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചൂരൽമലയുടെ പ്രദേശത്തായിരുന്നു ഈ അങ്ങാടി എന്ന് പറയുന്നത്, അല്ലേ? അവിടുത്തെ ഏറ്റവും വലിയ ഈ കടമുറികളൊക്കെ ഉള്ളത്, മാർക്കറ്റൊക്കെ ഉള്ളത് ഈ ചൂരൽമലയിൽ ആണ്, ആ പ്രദേശത്താണ്. ആ അങ്ങാടിയെല്ലാം പോയല്ലോ. ഇനിയുള്ളത് മേപ്പാടിയാണ്. മേപ്പാടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് നല്ല കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട്. അവിടുന്ന് ഒരുപാട് നടക്കണം. ഈ ചൂരൽമല തകർന്നുവെങ്കിലും ചൂരൽമലയ്ക്ക് മുകളിലല്ലേ ഈ അട്ടമല, അരണമല എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ. അവിടെയൊന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അവിടെയുള്ള ആളുകൾക്ക് ഈ അവരുടെ അങ്ങാടി എന്ന് പറയുന്നത് ഈ ചൂരൽമലയിലെ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ അവർക്കൊക്കെ ഇനിയിപ്പം ഈ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പോലും കിലോമീറ്ററുകൾ ദൂരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ അവിടെ ഈ വിദഗ്ധരുടെ ചില അഭിപ്രായങ്ങൾ ഞാൻ കേട്ടത് 84-ലുണ്ടായ ഉരുൾപൊട്ടലുണ്ടല്ലോ, വളരെ ശക്തമായ ഉരുൾപൊട്ടലാണല്ലോ അന്നുണ്ടായത്. അന്ന് തന്നെ ഈ ചൂരൽമലയ്ക്കൊക്കെ ഭീഷണിയുണ്ട് എന്നുള്ള വാർത്താ റിപ്പോർട്ടുകളും വന്നിരുന്നല്ലോ. അന്ന് സംഭവിച്ചിട്ടുള്ള വലിയ ക്രാക്കുകളുണ്ട്. ആ ക്രാക്കുകളൊക്കെ തന്നെ ഇപ്രാവശ്യത്തെ ഈ ഉരുൾപൊട്ടലിന് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എത്ര വർഷത്തിന് ശേഷമാണെന്ന് നമ്മൾ നോക്കണം. ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വലിയ ഉരുൾപൊട്ടലിന് വഴിവെക്കും വിധത്തിൽ മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ക്രാക്കുകൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചൂരൽമലയിൽ മാത്രമല്ല, അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട മലകളിലും ഇത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടാവും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ആ ക്രാക്കുകൾ വീണ്ടും ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ചൂരൽമല ആവർത്തിക്കുന്നതെങ്കിൽ അത്രയും ഒരു ഗ്യാപ്പ് വേണമെന്നില്ല ഇനിയൊരു ഉരുൾപൊട്ടലിന്. കാരണം വെച്ചാൽ അത്ര വേഗത്തിലാണ് നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മറ്റു ദുരന്തങ്ങളുമുണ്ടല്ലോ, മറ്റ് പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്നിട്ട് ഇതൊക്കെ വളരെ അതിവേഗത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരം ദുരന്തങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻകരുതലിൻ്റെ പ്രശ്നവും കൂടി വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മാറ്റിപ്പാർപ്പിക്കലിൻ്റെ കാര്യത്തിൽ ഈ വലിയ മുൻകരുതലുകൾ ആവശ്യമാണ്, അല്ലേ? വലിയ മുൻകരുതലുകൾ എവിടേക്ക് മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മേപ്പാടി പോലൊരു സ്ഥലത്തേക്കായിരിക്കും മാറ്റുന്നുണ്ടാവുക. അങ്ങനെ അവിടെ അത്ര വലിയ ഒരു ദുർബല പ്രദേശമല്ല, അവന് വലിയ അപകട സാധ്യത ഇല്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോഴും വലിയ മുൻകരുതലുകൾ ഈ മേഖലയിൽ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുണ്ട്. പിന്നെ എങ്ങനെ പുനരധിവസിപ്പിക്കുന്നു എന്നുള്ളതും പ്രശ്നമാണ്. ഇപ്പോൾ ഈ പുത്തുമലയിലെയൊക്കെ പ്രശ്നം 5 വർഷം കഴിഞ്ഞല്ലോ. പുത്തുമലയിലെ അവരുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പുത്തുമലയാണ്. ഈ പുത്തുമലയിൽ ഏതാണ്ട് ഈ പുനരധിവാസമൊക്കെ നമ്മൾ നടത്തിയെങ്കിലും അതൊരു സമ്പൂർണ്ണ വിജയമാണ്, അതൊരു നല്ല മാതൃകയാണെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ചരിഞ്ഞ മേൽക്കൂറുകളുള്ള വീടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയോ? അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഈ കുടുംബമൊക്കെ വലുതാകില്ലേ, കുട്ടികളും മുതിരും. അപ്പം വീണ്ടും ഒരു മുറിയൊക്കെ മുകളിലോട്ട് വെക്കേണ്ട ആവശ്യം വരും. അത്തരത്തിലുള്ളൊരു ഒരു ദീർഘവീക്ഷണം കൂടി ഈ കാര്യത്തിനകത്ത് വേണം. ഇപ്പോൾ പലർക്കും ഇപ്പോൾ പുത്തുമലയിൽ എന്ന് പറഞ്ഞാൽ ഒരു 2ാമത്തെ നില കെട്ടാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി ഇപ്പോൾ ഈ ചൂരൽമലയും അതേപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടവും
അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന കണക്ക് 1-2 മുറികളിൽ ഉള്ള വീടുകളിൽ താമസിച്ചിരുന്ന മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ. വലിയ കുറച്ച് 1200, 1500, 1800 സ്ക്വയർ ഫീറ്റുകളുള്ള വീടുകളൊക്കെ അവരുടെ ഒരു സമ്പാദ്യം കൊണ്ട്, ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള കുറച്ചുകൂടി മെച്ചപ്പെട്ട വലിയ വീടുകളിൽ താമസിച്ചിട്ടുള്ള ആളുകളും ഉണ്ട് അവിടെ. അപ്പം ഈ പറയുന്ന ഈ ലക്ഷം വീട് കോളനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പുണ്ടാക്കിയിരുന്ന മാതൃകകളെ നമുക്ക് പരിഗണിക്കാനേ കഴിയില്ല. അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് പോകാനും കഴിയില്ല. എന്ന് വെച്ചിട്ട് എന്താ പറയുക, 4 മുറിയുള്ള വീട്, ചിലർക്ക് 6 മുറിയുള്ള വീട്, അങ്ങനെയുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായിട്ട് ആ പുനരധിവാസ പ്രക്രിയയെ നമ്മൾ കാണേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവർക്ക് ഭാവിയിലേക്കൊരു ജീവിതമുണ്ട് എന്നും ആ ഭാവിയിലേക്കുള്ള ജീവിതം കൂടി കണ്ടുകൊണ്ട് അതിനനുസൃതമായി അവർക്ക് ജീവിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള രീതിയിൽ ഭാവനാത്മകമായി ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇക്കുറി വലിയ സോഷ്യൽ ഓഡിറ്റിംഗ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അന്വേഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മാതൃക ഇക്കാര്യത്തിൽ കേരളം മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ്. അതിന് കൈയച്ച് സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നൊരു വാഗ്ദാനം നടത്തിയിട്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ മടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകും. കേരളത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സന്നദ്ധ സംഘടനകളും, യുവജന സംഘടനകളും, എന്തിനേറെ ചെറിയ ചെറിയ വ്യക്തികൾ പോലും, എന്നുവെച്ചാൽ വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത വ്യക്തികൾ പോലും ഇക്കാര്യത്തിൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടി സന്നദ്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു നല്ല മാതൃകയുണ്ടാക്കാനും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. നമുക്കൊന്നും തടയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ ആ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച് പുനരധിവസിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് മാറാൻ കഴിയണം ഇപ്പോൾ നമ്മൾ ഇറക്കുന്ന ഈ മുൻകൈയും ഈ ഇനിഷ്യേറ്റീവും. അപ്പോൾ അത് നടക്കട്ടെ, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തെരച്ചിലിനേക്കാളൊക്കെ ഇനി അനിവാര്യമായിരിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് വാടക വീട്ടിലേക്ക് മാറ്റുക, അവരെ ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടത്തുക. ഒരു മനുഷ്യന് പോലും പരാതി ഉണ്ടാകാത്ത വിധത്തിൽ ഈ ക്യാമ്പുകൾ, എത്രത്തോളം ദിവസമാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല, ആ ക്യാമ്പുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടാവുക, അവിടെ ഒരു കുറവും വരുത്താതിരിക്കുക. ഇത്തരം കാര്യങ്ങൾക്കായിരിക്കണം ഇനിയൊരു പ്രയോറിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെരച്ചിൽ അവസാന ഘട്ടത്തിലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ജനകീയ തെരച്ചിൽ അടുത്ത 2 ദിവസം കൂടി തുടരുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിവരെ തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഒരു ചാറ്റൽ മഴ വന്നതോടുകൂടി ആ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ തെരച്ചിൽ എത്രത്തോളം ദുർഘടമാണെന്നുള്ള അറിയും. ഈ സൂചിപ്പാറയിലടക്കം അതിസാഹസികമായിട്ടാണ് ഈ ദൗത്യ സംഘം, ജനകീയ തിരച്ചിൽ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അന്ന് പോയ ശേഷം ഒരു ഹെലികോപ്റ്റർ സഹായം കിട്ടിയില്ല എന്നുള്ളവർ പരാതിപ്പെടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ദിവസം കഴിയുന്തോറും അതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. പക്ഷേ ഈ ജനകീയമായ തിരച്ചിൽ തുടരുക എന്ന് പറയുന്നത് അതിൽ കാണുന്ന കാഴ്ചകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം ഒരു ഭ്രൂണം ത്തിൻ്റെ അംശം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തെരച്ചിൽ. അപ്പോൾ അങ്ങനെ പല കാഴ്ചകളാണ്. ഒരു സ്ത്രീ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളൊക്കെ ആയിട്ടല്ലേ കിട്ടുന്നത്, തല, കാല്, മുടി അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ എടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷയം. അപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ലഭിക്കണം എന്നാഗ്രഹിച്ച് അവിടെ എത്തുന്നവർ, ഒരു അച്ഛനെയും അമ്മയും തിരയുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ കാത്തു നിൽക്കുന്ന ഒരു മകൻ്റെ ചിത്രം നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു പോവുകയാണ്. അപ്പോൾ ആ തിരച്ചിൽ അവിടെ നിൽക്കുന്നു. അതിനപ്പുറം ജീവിച്ചിരിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ ക്യാമ്പുകളുടെ അവസ്ഥ. ഇപ്പോൾ ക്യാമ്പുകൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു പ്രൈവസി, അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവിടേക്ക് ആരും പോകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിലടക്കം ശ്രദ്ധ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ദിവസം ചെല്ലുന്തോറും എങ്ങനെയാണ് ആദ്യ ദിവസങ്ങളിൽ വന്ന പോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അധികൃതർ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ ക്യാമ്പുകളിലും ഒരുപോലെയാണോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ ഇന്ന് 8 മണി ചർച്ചയിൽ പങ്കെടുത്ത മുഹമ്മദ് റാഷിദ് ഒരു ക്യാമ്പിൽ, മേപ്പാടി ക്യാമ്പിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇതിനു മുമ്പുള്ള ചർച്ചയിലും പങ്കെടുത്തിരുന്നതാണ്. അന്ന് അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായാലും സഹിച്ചു പോകുമെന്ന് തന്നെ പറയാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതേസമയം ബാത്റൂമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ ചർച്ചയിൽ മന്ത്രി MP രാജേഷാണ് വന്നത്. ബയോ ടോയ്ലറ്റുകളുടെ കാര്യം ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ സ്കൂളുകളിലൊന്നും ബയോ ടോയ്ലറ്റുകൾ എത്തിയിട്ടില്ല. ഇത്രയധികം ഒരു 12 പേരാണ് ഒരു മുറിയിൽ കഴിയുന്നത്. അപ്പോൾ അത് ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഒറ്റ രാത്രി കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് തന്നെ 3 കുഞ്ഞുങ്ങളാണ്, 1.5 വയസ്സുള്ള കുഞ്ഞ്. അപ്പോൾ ഈ ഡയപ്പർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ഡയപ്പർ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഡയപ്പർ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് റാഷസ് വരികയാണ്. അപ്പോൾ റാഷസ് കാരണം കഴുകുമ്പോൾ കുട്ടി കരയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങളാണ്. പക്ഷേ ആ വിഷയങ്ങൾ പെട്ടെന്നൊരു ദിവസം സാഹചര്യം മാറുന്ന കാര്യമാണ്. ഇപ്പോൾ വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും ബോക്സ് കണക്കിന്
ഭക്ഷണമായാലും വസ്ത്രമായാലും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് കഴുകാനുള്ള സംവിധാനമില്ല. ബാത്റൂം സൗകര്യം നിന്ന് തുണി കഴുകാൻ പറ്റില്ല. അപ്പോഴെന്താണ്, അടുത്ത ദിവസം അവർക്ക് വസ്ത്രം കൊടുക്കണം. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴേക്കാണ് വസ്ത്രം കൊടുക്കുന്നത്. അത് പാകമാകാത്തതുണ്ടെങ്കിൽ മറ്റൊന്ന് ചോദിക്കുമ്പോൾ ഇനി അത് അടുത്ത് പൊട്ടിക്കുമ്പോൾ തരാമെന്ന് പറയും. അപ്പോൾ മുഷിഞ്ഞതിൽ തന്നെ തുടരേണ്ടി വരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ഒരു വസ്ത്രം കൊടുത്താൽ മതിയാകില്ല, 2 3 ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവിടെ വോളണ്ടിയർമാരായി എത്തുന്നവർ ആദ്യഘട്ടത്തിലൊക്കെ വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പറയുന്നത്. പക്ഷേ ദിവസം ചെല്ലുന്നവർ എനിക്ക് തോന്നുന്നത് സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് പലപ്പോഴും വരുന്നത്. അവർക്ക് സ്വന്തമായ തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് പറ്റില്ല, ഇനി നാളെ പറ്റുകയുള്ളൂ, അതായത് ഇന്ന ദിവസം ഇത്രയേ തുറക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിർദ്ദേശമുണ്ടായിരിക്കാം, അറിയില്ല. പക്ഷേ ഇതിലൊക്കെ ഒരു ശ്രദ്ധ മുകളിൽ നിന്ന് വേണ്ടതുണ്ട്. അതിനൊക്കെ അവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, ക്യാമ്പിലുള്ളവർക്ക് അത് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന അവിടെ നടത്തേണ്ടതുണ്ട്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഇപ്പോൾ ചില ക്യാമ്പുകളിൽ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നു, എല്ലായിടത്തും ഭക്ഷണമില്ല എന്നല്ല, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം ലഭിക്കുന്നു എന്നൊക്കെ ചിലർ സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചൊക്കെ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു നോൺ വെജ് കഴിക്കണമെന്നുണ്ടാവും, അങ്ങനെ കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഇതൊക്കെ ക്യാമ്പിലിരിക്കുന്നവർക്കാണോ ഇതൊക്കെ ആവശ്യമെന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ നാളെ ആർക്കും ഈ സാഹചര്യം വരാം, നമ്മൾക്കും ആ സാഹചര്യം വരാം. കാരണം കഴിഞ്ഞ മുമ്പത്തെ പ്രളയത്തിലല്ലേ ഫ്ലാറ്റുകൾ, കൊച്ചിയിലെ ഫ്ലാറ്റുകളിലടക്കം മുകളിലേക്കടക്കം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല നാളത്തെ സാഹചര്യം എന്താണെന്ന്. ഇനിയും മഴ കനക്കുമെന്ന് പറയുകയാണ്. അത് ഏതൊക്കെ ജില്ലകളിലാണ് നാശനഷ്ടം ഉണ്ടാക്കുക ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നു, ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇന്ന് ഇവർക്ക് സംഭവിച്ചത് നാളെ നമുക്കും സംഭവിക്കാം എന്ന മനോനിലയോടുകൂടി വേണം ഇതിൽ ഇടപെടാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ വളണ്ടിയർമാരുടെ കാര്യത്തിൽ എത്രത്തോളം സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അധികൃതർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. അതിനപ്പുറം വളരെ വേഗത്തിൽ തന്നെ ഈ വാടക വീടുകളിലേക്ക് പോകേണ്ടതുണ്ട്. 252 വീടുകൾ സർക്കാർ തന്നെ കണ്ടെത്തിയെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ 42 വീടുകളുടെ കാര്യം പറഞ്ഞു. അതല്ലാതെ തന്നെ 100ഓളം വീടുകളുടെ വാഗ്ദാനം കിട്ടിയിട്ടുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എപ്പോൾ എന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനിയും വയ്യ ക്യാമ്പിൽ എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. കുറേ പേരെയൊക്കെയെങ്കിലും വേറെ ഈ കൽപ്പറ്റയിലുള്ള ക്യാമ്പിലേക്കൊക്കെ മാറ്റി അവിടെ എണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി ക്യാമ്പല്ല പരിഹാരം, വീടുകൾ തന്നെയാണ്, താൽക്കാലിക വീടുകൾ തന്നെയാണ്. ആ താൽക്കാലിക വീടുകൾ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് വലിപ്പം അനുസരിച്ചൊക്കെ ആയിരിക്കണം വീടുകൾ നൽകേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം വരുന്നു. അത് എത്രയും വേഗം ഒരാഴ്ച എങ്കിലും ആകുമെന്നാണ് എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത CK ശശീന്ദ്രൻ പറഞ്ഞത്. ഒരാഴ്ച എന്നുള്ളത് ഔദ്യോഗികമായി അറിയിക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അതിലും അല്പമെങ്കിലും നീളുമായിരിക്കാം. പക്ഷേ അത് വേഗത്തിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറം ഈ പറഞ്ഞ ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ പറയുന്ന ഈ 300 രൂപ എന്നുള്ള പൈസ അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതും ഈ വീടുകളിലേക്ക് മാറുമ്പോഴേ കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്, ക്യാമ്പിൽ കിട്ടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മാനസികമായ അവസ്ഥയും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കാരണം എന്നും ജോലിക്ക് പോയിരുന്നവരാണ്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലരും അവരുടെ ഇപ്പോൾ ശശീന്ദ്രൻ പറഞ്ഞത് ഓരോ ക്യാമ്പിലുമുള്ളവർക്ക് എന്തൊക്കെയാണ് സ്കില്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ടൂൾസ് ആണെങ്കിൽ ടൂൾസ്, ജോലി അത് കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് നല്ല കാര്യം, അത് വേഗത്തിലാകേണ്ടതുണ്ട്. കാരണം അവർക്ക് ജോലിക്ക് പോകണമെന്നാണ്. ഈ ക്യാമ്പുകളിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, ജോലിക്ക് പോവുകയും വീട്ടിലേക്ക് ആവശ്യമായി ഏൺ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. താമസ സൗകര്യമാണെങ്കിലും അതും വേഗത്തിൽ തന്നെ ആക്കേണ്ടതുണ്ട്. ഈ വാടക വീടുകൾ എന്നുള്ളത് വളരെ വേഗത്തിൽ ഒരു വീടെന്ന അറ്റ്മോസ്ഫിയറോടുകൂടി തന്നെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ മന്ത്രി സഭയുടെ ഉപസമിതി അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതിലപ്പുറം ഓരോ ക്യാമ്പിലും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അറിയാനുള്ളൊരു സംവിധാനം വേണം. അവിടുത്തെ ക്യാമ്പിലുള്ളവരെ കേൾക്കാനുള്ള സംവിധാനം വേണം. അത് ഓരോ ദിവസവും അത് പരിശോധിക്കാനുള്ള സംവിധാനം വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തിരച്ചിൽ എന്നതിനപ്പുറം ഇനി ജീവിക്കുന്നവരുടെ അവസ്ഥ അത് ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ എത്രയും വേഗം വേണ്ട ഇടപെടൽ, അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനാകുന്നത്. സുജിയ, ഇതിൽ തിരച്ചിൽ അവസാന ഘട്ടത്തിലോ എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ തിരച്ചിൽ കണ്ടതാണ്. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് തിരച്ചിൽ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 2:30 ആയപ്പോൾ നിർത്തേണ്ടി വന്നു, മഴ പെയ്തതോടുകൂടി. ചൂരൽമലയിലും മുണ്ടക്കയിലും ആ ഭാഗങ്ങളിലെല്ലാം കനത്ത മഴയായിരുന്നു. അതൊരു 5-5:30 വരെ അതേ രീതിയിൽ തന്നെ നിന്ന് പെയ്യുകയായിരുന്നു തിരച്ചിൽ. അതിനിടയിലും തുടർന്ന വോളണ്ടിയർമാർ, പ്രത്യേകിച്ചും പരപ്പൻപാറ ഭാഗത്തേക്ക് പോയവർക്കാണ് മൃതദേഹാവശിഷ്ടങ്ങൾ, 2 കാലുകളുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. അവർക്ക് അത് എയർലിഫ്റ്റിങ്ങിനുള്ള സൗകര്യം ഒരുങ്ങിയില്ല. അവർക്കത് ചുമന്ന് കൊണ്ടുവരേണ്ടി വന്നു. കാൽനടയായി അവരത് 5:30 മുകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതാണ് ഇന്നത്തെ തിരച്ചിലിൽ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ തിരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണാതായ 330 പേരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ചറിയാതെ സംസ്കരിച്ച മൃതദേഹങ്ങളുണ്ട്. അതെല്ലാം പുത്തുമലയിൽ സംസ്കാരം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവയുടെ ഐഡൻറ്റിറ്റി അതുകൂടി പുറത്തു വരുമ്പോഴായിരിക്കും കൃത്യമായ ഒരു പിക്ചർ നമുക്ക് കിട്ടുക. ഇപ്പോൾ കാണാതായവരുടെ പട്ടിക അവശേഷിക്കുന്ന മനുഷ്യരിൽ നിന്ന് ശേഖരിച്ച് അവസാനമായി ഉണ്ടാക്കിയിരിക്കുന്ന പട്ടികയാണ് 130 പേരുടേത്. അതിൽ ഈ DNA പരിശോധനാ ഫലം ഇപ്പോൾ അവൈലബിൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്.
വരികയാണ്. നാളെ മുതൽ ആ DNA പരിശോധനാ ഫലം പുറത്തുവിടും. അപ്പോൾ നാളെ മുതൽ ഈ കാണാതായവരുടെ പട്ടിക ചുരുങ്ങി തുടങ്ങും. കാരണം ഈ സംസ്കരിച്ച ആളുകളുടെ ദേഹഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഈ കാണാതായവരുടെ പട്ടികയുമായി മാച്ച് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനെ കുറിച്ചുള്ളതാണ് ഈ കാണാതായവരുടെ പട്ടിക. മറ്റ് സുഹൃത്തുക്കളുടേതും അങ്ങനെയൊക്കെ ഇനി ഒരുപക്ഷെ കൂടുതലായി ആഡ് ചെയ്യപ്പെട്ടേക്കാം. ഇനി ഈ ജനകീയ തിരച്ചിൽ നമ്മൾ ഇന്ന് നടത്തിയതുപോലെ കുറേ ദിവസം ഇങ്ങനെ നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതല്ലേ, എല്ലായിടത്തും ഒന്നും തിരയാനൊന്നുമില്ല. കുറേ ആളുകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുകയാണ്. 2000-ഓളം പേരാണ് ഇന്ന് തെരച്ചിലിനായി വന്നത്. ആദ്യ ദിവസങ്ങളിൽ അത്രയും പേരുടെ ആവശ്യം നമുക്കുണ്ടായിരുന്നു. 2000-ഓളം പേർ നിശ്ചയമായും ഈ 6 സോണുകളിൽ ആയി തിരയേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇനിയും രക്ഷയെത്തേണ്ട ആളുകളുടെ എണ്ണം പരിമിതമാണ്. നമുക്കറിയാം ദേഹഭാഗങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും ചിലയിടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന തെരച്ചിലിൽ ഇത്രയും 2000 പേരെ വിന്യസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ചാലിയാറിലാണ് ഇനിയിപ്പോൾ തിരയേണ്ടത്. കാരണം മുകളിൽ നിന്ന് ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ ഈ വെള്ളച്ചാട്ടങ്ങളിൽ തട്ടി തെറിച്ച് ദേഹഭാഗങ്ങളായി വിഘടിച്ച് പുഴയിലൂടെ ഒഴുകിപ്പോയത് അല്ലെങ്കിൽ കരയിലേക്ക് ചെന്ന് പറ്റിയിട്ടുള്ളത് അതൊക്കെയാണ് ഇനി കണ്ടെത്താനായുള്ളത്. അതിനായുള്ള തെരച്ചിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ആ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ്. അവിടെ ഒരു 60 അംഗ സംഘത്തെയാണ് വിന്യസിക്കാൻ പോകുന്നത്. നാളെയും മറ്റന്നാളും അവരവിടെ തിരയും. അതിനുള്ളിൽ തന്നെ കൃത്യമായി ആ മേഖലയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, കാരണം ദേഹഭാഗങ്ങളൊക്കെ ജീർണിച്ച് തുടങ്ങുന്ന ഒരു ഡീക്കേയിങ് പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്ന ഒരു സമയമാണ്. ഇത്രയും ദിവസമാകുമ്പോൾ സ്വാഭാവികമായും അത് സംഭവിക്കും. ഒപ്പം തന്നെ പാണക്കായം വനമേഖലയുണ്ട്. അവിടേക്കും 50 പേരുടെ ഒരു ടീമിനെയാണ് ഇനി വിടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൂക്കോട്ടുമല, ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ ഈ ഏരിയയൊക്കെയാണ് ഇനിയിപ്പോൾ സെർച്ച് ചെയ്യാനുള്ളത്. അതായത് ദൗത്യ സംഘമോ അല്ലെങ്കിൽ സേനയോ എത്തിയതിനും അപ്പുറത്തേക്ക് കടന്ന് തിരയാനായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇത് 3 അപ്പോൾ അവിടെയൊക്കെ മാത്രമേ ഈ തെരച്ചിൽ പരിമിതപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ മനുഷ്യ വിഭവശേഷി എന്തിനും സന്നദ്ധരായി വരുന്ന മനുഷ്യരുണ്ട്, വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്, ആദ്യ ദിവസം മുതൽ തന്നെ തുടരുന്നവരാണ്. ഇനിയിപ്പോൾ അവരൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കാണ്. ഈ വാടക വീടുകൾ കണ്ടെത്തുന്നതിന് പശ്ചാത്തല സൗകര്യമൊരുക്കാൻ. നത്തംകുനിയിൽ ഇപ്പോൾ വീടുകൾ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ടു. ആ വീടുകൾക്ക് ചുറ്റും കാടാണ്. അതുപോലെ വാടക വീടുകൾ നൽകാമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറായ ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്ത 42 പേരുടെ ലിസ്റ്റ് അടക്കം അതെല്ലാം വയനാട് ആ പ്രദേശത്ത് ചേർന്നുകൊണ്ടേ ഉള്ളതാണ്. ആ വീടുകളൊക്കെ ഇപ്പോഴും വാസയോഗ്യമാണോ? അവിടെ ഇവർക്ക് താമസം ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 2000 പേർ സന്നദ്ധരായി നിൽക്കുന്നു. 18,000 പേരാണ് വോളണ്ടിയേഴ്സായി ആകെ ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്നുള്ള രീതിയിലാണ് രജിസ്ട്രേഷൻ. അങ്ങനെയുള്ള ആളുകളെ ഇനിയിപ്പോൾ പുനർവിന്യസിക്കേണ്ടത് ഈ വീടുകളൊക്കെ വൃത്തിയാക്കട്ടെ. ഈ വീടുകളൊക്കെ വൃത്തിയാക്കി ഇവർക്ക് ക്യാമ്പുകളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് താമസിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ആ വീടൊരുക്കട്ടെ. നമ്മളിപ്പോൾ വീട് കണ്ടെത്തി ആ വീടിനെ ഒരു കൂടാക്കി മാറ്റണം. ഈ മനുഷ്യർക്ക് അവിടുത്തെ മേപ്പാടിയിലെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലെ ക്യാമ്പുകളിൽ നിന്ന് വന്ന് താമസിക്കുമ്പോഴേക്കും ആ വീടുകൾ തയ്യാറായി നിൽക്കണം. അതായത് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവിടെ പൂക്കളും അങ്ങനെയൊക്കെയുള്ള ആ രീതിയിൽ ആ വീടിൻ്റെ, അതായത് താൽക്കാലികമായിട്ടുള്ളൊരു വാസസ്ഥലമാണെങ്കിലും ചുരുങ്ങിയത് 6 മാസമെങ്കിലും ആ വീടുകളിൽ ഇവർ താമസിക്കേണ്ടി വരും. ആ രീതിയിൽ അതിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നതിനായി ഈ സന്നദ്ധ സേവനത്തിന് തയ്യാറായി വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് നിയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ DYFയുടേതായാലും യൂത്ത് കോൺഗ്രസിൻ്റേതായാലും വൈറ്റ് ഗാർഡിൻ്റേതായാലും സേവാഭാരതിയുടേതായാലും SDPയുടേതായാലും PDPയുടേതായാലും SYSൻ്റെ ആയാലും എല്ലാവരും അവിടെ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. നല്ല ചെറുപ്പക്കാരാണ്. അവരെയൊക്കെ നമുക്ക് ഇതിനായി നിയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് കടക്കുന്നത് നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു 100-150 പേരുടെ ആവശ്യമേ ഈ തെരച്ചിലിനായി വേണ്ടി വരികയുള്ളൂ. ബാക്കിയുള്ളവർ സന്നദ്ധരായി നിൽക്കുകയാണ്. അവരെ നമുക്കിതിനായി വിനിയോഗിക്കാവുന്നതാണ്. 253 വാടക വീടുകൾ ആകെ കണ്ടെത്തി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതിൽ എങ്ങനെയാണ് താമസം ഇവർ ക്രമീകരിക്കാൻ പോകുന്നത്? ഒറ്റയ്ക്കായി പോയ ആളുകളുണ്ട്. അവർക്കൊപ്പം ഒരു സർക്കാർ ജീവനക്കാരനെ വിട്ടുകൊണ്ട് ആ രീതിയിലാണ് പുനരധിവാസം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർ ഈ ക്യാമ്പിൽ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ആ വാടക വീട് ഒരുങ്ങിയിരിക്കണം. ആ വാടക വീട്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പായി ഇവരവിടെ ചെന്ന് വൃത്തിയാക്കി അതിൽ താമസിക്കുന്ന സംവിധാനമല്ല ഉണ്ടാകേണ്ടത്. പകരം ആ വീട് ഒരുങ്ങണം, ഇവരെ വരവേൽക്കുന്നതിനായി ഒരുങ്ങണം. ആ രീതിയിൽ ഇവരുടെ സ്ഥിരം പുനരധിവാസം എന്ന് പറയുന്നത് ഒരു വീട് നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അതിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണെങ്കിൽ, മറിച്ച് ഇവരുടെ ആദ്യത്തെ പ്രാഥമികമായി നമ്മൾ ചെയ്യാൻ പോകുന്ന താൽക്കാലിക പുനരധിവാസം, അതിനുവേണ്ടിയുള്ള വീടൊരുക്കം, അതിലേക്കാണ് ഇനി നമ്മൾ നാളെ മുതൽ കടക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ സംസ്ഥാനം നൽകുന്ന വിവരങ്ങൾ, അതായത് മെമ്മോറാണ്ടം നൽകണമെന്ന് പറഞ്ഞല്ലോ, അത് തയ്യാറായോ? എത്രയും പെട്ടെന്ന് നൽകുക, എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് സഹായം വാങ്ങിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനാവശ്യമായ വിവരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശേഖരിച്ച് കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് പരമാവധി എന്താണ് ഉണ്ടായ നഷ്ടമെന്നുള്ളത് ക്രോഡീകരിച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നൽകാനുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ ഒരു ദിവസം പിന്നിട്ടു, ഇതുവരെ അതിനുള്ള നീക്കങ്ങൾ എവിടെ വരെ എത്തിയെന്നുള്ളത് നമ്മൾ കേൾക്കുന്നില്ല. അവലോകന യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്, പക്ഷേ കണക്കെടുപ്പിനായി എന്താണ് സ്വീകരിച്ചിരിക്കുന്ന സംവിധാനം എന്നുള്ളതാണ്. പിന്നെ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. അതനുസരിച്ചുകൊണ്ട് ഈ ഉരുൾപൊട്ടലിൻ്റെ ട്രിഗറിംഗ്
ഫാക്ടർ മഴയാണ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. അതായത് കനത്ത മഴ നിന്ന് പെയ്തു, ആ മഴനിഴൽ കാടുകളുള്ള പ്രദേശങ്ങളിൽ നിന്ന് പെയ്തു, അങ്ങനെ ഉരുളുപൊട്ടി. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ചെരുവ്, മണ്ണിൻ്റെ ഘടന, അതെല്ലാം ഈ കനത്ത മഴയ്ക്കൊപ്പം ആഘാതത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടി. അതാണ് സംഭവിച്ചത്. സമാനമായ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകൾ തൊട്ടുതൊട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ ഈ ട്രിഗറിംഗ് ഫാക്ടറായ മഴ ഇനിയും പെയ്യാം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അവിടെ മാത്രമല്ല മറ്റിടങ്ങളിലും. അവിടെയൊക്കെ ഒരു മുന്നൊരുക്കത്തിലേക്ക് നീങ്ങണം. നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ പകച്ചു നിന്ന് അവിടുത്തെ സെൻറ്റിമെൻറ്റ്സ്, അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ ഉള്ള വിഷമം, അതെല്ലാം നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകണം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. നമ്മൾ അവരോടത് കാണിക്കണം. ആ എമ്പതി നമുക്ക് വേണം. എന്നാൽ അതൊരു സിമ്പതിയായി മാറരുത്. നമുക്കിനി അവർക്ക് സിമ്പതി അല്ല വേണ്ടത്. ഇനി അവർക്ക് അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ സഹായം, കൃത്യമായ സംവിധാനം അത് ഒരുക്കി കൊടുക്കുകയാണ്. അല്ലാതെ നമ്മളിങ്ങനെ സിമ്പതറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഷോദം എമ്പതി കാണിക്കുക, അവരോട് അനുതാപം കാണിക്കുക. അതേസമയം തന്നെ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ക്യാമ്പിലുള്ള ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ പുനരധിവാസം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്കൊപ്പം ഇരിക്കണമെന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾക്കൊരു വീട്ടിലേക്ക് പോകണം, ഈ ക്യാമ്പിൽ മടുത്തു. എത്ര ദിവസമായി? 12 ദിവസമായി. ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും, രണ്ടാമത്തെ ദിവസമെങ്കിലും ക്യാമ്പിൽ വന്ന ആളുകളായിരിക്കുമല്ലോ. 10 ദിവസമൊക്കെ നമ്മുടേതല്ലാത്തൊരു വാസസ്ഥലത്ത് നമുക്ക് കഴിയുമോ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ. ഇതുപോലെ ഒരു സ്ഥലത്ത്, ഒരു സ്കൂളിലെ മുറിയിൽ അല്ലെങ്കിൽ മറ്റൊരിടത്തെ മുറിയിൽ നമുക്ക് പരിചയമുള്ളവരായിരിക്കാം, പരിചയമില്ലാത്തതായിരിക്കാം, മറ്റൊരു കുടുംബത്തിനൊപ്പം നമ്മളിങ്ങനെ പോയി ചട്ടിയും കലവും എല്ലാം അവിടെ കൊണ്ടുവരുന്ന ഭക്ഷണവും അങ്ങനെ എല്ലാമായി നമ്മൾ കഴിയുന്നു. നമ്മൾ വരുമ്പോൾ നമുക്ക് ഇടാനുള്ള വസ്ത്രം പോലുമില്ല. ആരെങ്കിലും തരുന്ന വസ്ത്രം ചിലത് പാകമാകാത്തതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ തന്നെ ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ആ ക്യാമ്പിൽ തുടരുമ്പോൾ നമുക്കുണ്ടാകും. ഇതേ വസ്ത്രങ്ങളും ഇതേ സാധനങ്ങളും ഇതേ ഭക്ഷണവുമാണ് നമ്മുടെ കുടുംബം മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ട് തരുന്നതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ എല്ലാവർക്കും ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസിക നില നമ്മൾ പരിഗണിക്കണം. ഇവിടെ ഈ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. റഫായുള്ള ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 1721 വീടുകളിലായി 4833 പേരെ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. ഫൈനലായിട്ടില്ല. ഏതാണ്ട് കണക്കിതാണ്. അതായത് മേപ്പാടി പഞ്ചായത്തിലെ 10-11 വാർഡുകളിലായി 1721 വീടുകൾ അഫക്റ്റഡ് ആണ്. ചില വീടുകൾ പൂർണ്ണമായും തകർന്നു. അങ്ങനെ ആ വീടുകളിലെല്ലാമായി താമസിച്ചിരുന്നത് 4833 പേരാണ്. അതിൽ അൺഅഫക്റ്റഡായ ഒരാൾ പോലും ഉണ്ടാകില്ല. കാരണം ഒരു എൻറ്റയർ റീജിയണിനെയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ചിരിക്കുന്നത്. ഈ ദുരന്ത മേഖല, ഈ 10-11 വാർഡ്, ആ വാർഡുകളിൽ താമസിച്ചിരുന്നതിൽ ഏറിയ പങ്കും ഈ തോട്ടം തൊഴിലാളികളാണ്. നല്ല ഒരു ശതമാനം തോട്ടം തൊഴിലാളികളാണ്. അതിലൊരു സംശയവുമില്ല. അതിൽ സാധാരണക്കാരായ ഈ മനുഷ്യർ വീടുണ്ടാക്കുന്നതിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, മറ്റാവശ്യങ്ങൾക്ക് അതിനൊക്കെ ലക്ഷങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ എടുത്ത മനുഷ്യർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? അതേക്കുറിച്ച് കൃത്യമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മറുപടി കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിലിപ്പോൾ ദുരന്ത നിവാരണം അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പുത്തുമലയിൽ സംസ്കാരത്തിനായി സ്ഥലം ഏറ്റെടുത്തത് ജില്ലാ കളക്ടർ ഏറ്റെടുത്തത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ടാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതും സംസ്കാരത്തിന് വഴിയൊരുക്കുന്നതും. അതേ ദുരന്ത നിവാരണ നിയമത്തിൽ 13ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട് ഈ വായ്പകൾ എഴുതിത്തള്ളാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ വായ്പകൾ എഴുതിത്തള്ളുമോ? എങ്ങനെയാണ്? അതായത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അവരിനി ഒന്നേന്ന് പണിയെടുത്ത് ഇതെല്ലാം അടച്ചു തീർക്കണമെന്നാണോ? അതോ ഇത് എഴുതിത്തള്ളുമോ? മൊറട്ടോറിയം പ്രഖ്യാപിക്കുമോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയാണ് അവരോട് പോയി പറയേണ്ടത്. അല്ലാതെ സാരമില്ല എന്ന് പറയാനല്ല മന്ത്രിമാർ അവരുടെ അടുത്തേക്ക് ഇനി പോകേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ സ്ട്രോങ് ടേക്ക്. ഇനി ഉരുൾപൊട്ടൽ മേഖലയിൽ ഉണ്ടായിരുന്ന കൃഷിയെക്കുറിച്ച്. ഉരുൾപൊട്ടൽ മേഖലയിൽ കൃഷി ചെയ്തിരുന്നതാണ്. മിക്കവാറും വീടുകൾക്ക് അരയേക്കറെങ്കിലും സ്ഥലമുള്ള ആളുകൾ കുറേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിൽ സ്ഥലമുള്ള ആളുകൾ കുറേ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ കൃഷി ചെയ്തിരുന്നത് ഏലവും കാപ്പിയും കുരുമുളകും, പിന്നെ തേയിലാത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, കമുകുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇടവിളകളുണ്ട്. ഇതെല്ലാമായി കൃഷി ചെയ്തിരുന്ന ആളുകളാണ് അവിടെയുള്ളത്. അവിടെ ആകെ 310 ഹെക്ടറിൽ കൃഷി നശിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ സർക്കാർ സംവിധാനമല്ലേ പുറത്തുവിടേണ്ടത്? 310 ഹെക്ടറിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 3 വാർഡുകളിലായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞത് 1721 വീടുകളാണ്. അതിൽ ഏകദേശം 750 വീട്ടുകളിലുമുള്ള ആളുകൾ കൃഷി ചെയ്തിരുന്നവരാണ്. അത്രയും ആളുകൾ കൃഷി ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ കൃഷിനാശം, ഒപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളൊക്കെ, ഇവരുടെ വീടുകളിൽ തന്നെയാണ് ഈ കാർഷിക ഉപകരണങ്ങൾ, ഇപ്പോൾ ചെറിയ ഉപകരണങ്ങളൊക്കെ ഇവർ തന്നെ വാങ്ങിച്ച് ലോണിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അതൊക്കെ വീടുകളിൽ സൂക്ഷിച്ചിരുന്നു. അവിടെ ഈ ചെളി മൂടിക്കിടക്കുന്നിടത്തൊക്കെ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ നമുക്ക് കാണാം. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കൂട്ടിയിരുന്നു. അതെല്ലാം നശിച്ചു. ഇനി അവർക്ക് എവിടെ പോയി താമസിച്ചു കഴിഞ്ഞാലും, അവർക്ക് സ്ഥിരം പുനരധിവാസം കിട്ടിക്കഴിഞ്ഞാലും ഇതെല്ലാം അവർക്ക് വാങ്ങണം. അപ്പോൾ അതൊന്നും ആ സമയത്ത് ആരും വാങ്ങിക്കൊടുക്കാൻ പോകുന്നില്ലല്ലോ. വീടൊരുക്കും, ടൗൺഷിപ്പ് ഒരുക്കും, താമസിപ്പിക്കും, പിന്നെ അവിടെ അങ്ങാടി ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഇതെല്ലാം, ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് വാങ്ങി അതെല്ലാം സ്വരുക്കൂട്ടി എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ഈ കൃഷി ചെയ്തിരുന്ന മനുഷ്യർക്ക് അവർക്ക് കൃഷിയിൽ തന്നെ തിരിച്ചു പോകാനായിരിക്കും താല്പര്യം. തോട്ടം തൊഴിലാളികളായിരുന്നവർക്ക് അത് തന്നെ ചെയ്യാനായിരിക്കും താല്പര്യം. വിദേശത്ത് പോകാനിരുന്ന ആളുകളുണ്ടാകും. അങ്ങനെ എന്താണോ അവർ ചെയ്തുകൊണ്ടിരുന്നത്, ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരെ പുനരധിവസിപ്പിക്കാൻ. അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോൾ പ്രത്യേക ടീമിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ടീമിനെ നിയോഗിക്കുമ്പോൾ ആ ടീം ചോദിച്ചറിയേണ്ടത് ഇതൊക്കെയാണ്. അല്ലാതെ ആശ്വാസം മാത്രമല്ല, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നത്? ഇത് നമ്മൾ തകർന്നു നിൽക്കുന്ന ഒരു ബേസിലാണ്. അതിൽ നിന്ന് മുകളിലേക്ക് അവർക്ക് പടുത്തുയർത്തണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഇങ്ങനെയുള്ള സപ്പോർട്ട് കൂടി നമ്മൾ നൽകണം.
ഇനി ക്ഷീരവികസന മേഖലയെക്കുറിച്ച് കൂടി പറയാം. അതായത് അവിടെ കന്നുകാലികളൊക്കെ ആ സമയത്ത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ അർജുൻ കല്യാടൊക്കെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ മിക്കവർക്കും, അതായത് കുറേ ആളുകൾക്കെങ്കിലും ഈ കന്നുകാലികൾ ഉണ്ടായിരുന്നു, ഒപ്പം വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. കന്നുകാലികളുടെ എണ്ണം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പശുവിൻ്റെ എണ്ണം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു 100-ലധികമാണ്. 112 കന്നുകാലികൾ എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ട്. മേ ബി ഡിഫറൻറ്റ്. എന്തായാലും വയനാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അതാണ്. അതിൽ 48 എണ്ണമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ പോയി. അതിൻ്റെയൊക്കെ നഷ്ടം നികത്തണം. അങ്ങനെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അത് ഒരു ഇത്രയും നഷ്ടം വരുമ്പോഴേക്കും ക്ഷീരവികസന മേഖലയിൽ ആകെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു 50 ലക്ഷത്തിനകത്ത് വരും. അങ്ങനെ ഓരോ മേഖലയിലേതും ഓരോന്നും പെറുക്കി തന്നെ കൃത്യമായിട്ടുള്ളൊരു മെമ്മോറാണ്ടം വേണം കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കാൻ. അല്ലാതെ പരത്തി പറയുന്ന ഒരു കണക്കല്ല വേണ്ടത്. ഓരോ മേഖലയും, ക്ഷീരമേഖലയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള സഹായം കിട്ടണം. കൃഷി ചെയ്തിരുന്നവർക്ക്, അതിൽ ഇടവിളകൾ ചെയ്തിരുന്നവരുണ്ടാകും, കമുക് നട്ടു വളർത്തിയിരുന്നവരുണ്ടാകും, ഏലം കൃഷി ചെയ്തിരുന്നവരുണ്ടാകും, കാപ്പി കൃഷി ചെയ്തിരുന്നവരുണ്ടാകും. അങ്ങനെ അവരെന്താണോ കൃഷി ചെയ്തിരുന്നത് അതേ വിള തന്നെ അവർക്ക് തുടർന്നും കൃഷി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാൻ കഴിയുമോ എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമ്പിൽ വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല, തർക്കവുമില്ല. കാരണം അവിടെ കഴിയുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അവർക്കും ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടണം. എന്നാലല്ലേ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനോട് നീ ഇതുവരെ ചെയ്തിരുന്നത് പോലെയല്ല, നീ ക്യാമ്പിലല്ലേ, ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ദാനം കൊടുക്കേണ്ടതൊന്നുമല്ല. അത് അവർക്കത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്യാമ്പിൽ വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളതിന് സിമ്പിളായി 3 കാര്യങ്ങൾ ചെയ്താൽ പോരെ? അവിടെ എന്തൊക്കെയാണ് ആവശ്യം? ഒരു ഇൻവെൻട്രി ഉണ്ടാക്കുക. ആ ഇൻവെൻട്രി ഉണ്ടാക്കിയതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കിടക്കുകയല്ലേ. സെൻറ്റ് ജോസഫ്സിലെ അവിടെ ആ ഒരു വലിയ ഹാൾ നിറയെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഇൻവെൻട്രി ഉണ്ടാക്കുക. ക്യാമ്പിൽ എത്ര പേർ, ഇത്ര പേർക്ക്, അതിൽ കുഞ്ഞു കുട്ടികൾ എത്രയുണ്ട്, അതിൽ ഡയപ്പർ ഉപയോഗിക്കുന്ന കുട്ടികൾ എത്രയുണ്ട്, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളുള്ള എത്ര പേരുണ്ട്, മുതിർന്നവർ, മരുന്ന് ആവശ്യമുള്ളവർ, അങ്ങനെ ഓരോരുത്തരുടെയും കൃത്യമായ ഒരു പട്ടിക, ഒരു ഇൻവെൻട്രി ഉണ്ടാക്കുക. അതിനാവശ്യമായ സാധനങ്ങൾ അതേ ക്യാമ്പിൽ തന്നെ സ്റ്റോക്ക് ചെയ്യുക. അതിനൊരു സ്റ്റോറേജ് ഉണ്ടാക്കുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി ദിവസവും കൊടുക്കേണ്ട സാധനങ്ങൾ ദിവസവും അവരിലേക്ക് എത്തിക്കുക. ഒന്നിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാഴ്ചത്തെ വസ്ത്രം എന്താ ഒന്നിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇതേ ആളുകൾക്ക് അടുത്ത ദിവസവും വസ്ത്രം ഇടണ്ടേ? അത് ഒരു ദിവസം ഇട്ടതിന് ശേഷം അവർ അത് തന്നെ തുടർന്ന് ഇട്ടുകൊണ്ടേയിരിക്കുമോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവനാപൂർണ്ണമായിട്ടുള്ള ഇടപെടലാണ് അവിടെ ഉണ്ടാകേണ്ടത്. നമ്മൾ എന്താണോ ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ആൾക്കും ചെയ്തു കൊടുക്കേണ്ടത്. നമ്മളായി തന്നെ മുന്നിൽ നിൽക്കുന്നവരെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ഏത് സംവിധാനവും വിജയിക്കുകയുള്ളൂ. സർക്കാരായാലും മറ്റ് ബന്ധപ്പെട്ട ആളുകളായാലും നമ്മൾ കരുതേണ്ടത് എന്നെ പോലെ തന്നെ മുന്നിൽ നിൽക്കുന്നവരെയും കാണാൻ നമുക്ക് കഴിയുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ അവനായി മാറുന്നത് അല്ലെങ്കിൽ അവളായി മാറുന്നത്. ആ രീതിയിൽ അവരെ കണ്ടുകൊണ്ട് ഈ ക്യാമ്പുകളിലൊക്കെ ഇടപെടണം എന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. തെരച്ചിൽ ഇനി ഒരുപാട് തുടരുന്നതിന് മുമ്പ് DNA പരിശോധനാ ഫലം വരട്ടെ. അതും ഇതും തമ്മിലുള്ള മാച്ചിങ് നോക്കിയതിന് ശേഷം തെരച്ചിൽ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ നിയോഗിച്ചിരിക്കുന്ന മേഖലകൾ കൂടുതൽ അവശിഷ്ടങ്ങൾ വന്ന് വീഴാനോ അല്ലെങ്കിൽ ആളുകൾ വീണു പോകാനോ ഒക്കെ സാധ്യതയുള്ള ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ പൂക്കോട്ടുമല, ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ, പാണങ്കയം, മുണ്ടേരി ഫാം, പരപ്പൻപാറ ഇവിടങ്ങളിലൊക്കെ തെരച്ചിൽ തുടരുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തെരച്ചിൽ അവസാന ഘട്ടത്തിലോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. പക്ഷേ തെരച്ചിൽ ആ ചോദ്യത്തിൽ മാത്രം നിൽക്കുന്നില്ല. വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണല്ലോ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം കൂടി അല്ലേ പ്രത്യേകം പരിഗണന അർഹിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായ വിഷയമാണ്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട സ്ത്രീകൾ എത്ര പേര്, കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞു മാത്രമായിട്ടുള്ള ഒരു ഒരുപാട് അനാഥ കുട്ടികളുണ്ട്. അവരെ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ദത്തെടുക്കൽ നടപടികളൊക്കെ വേഗത്തിലാക്കാനുള്ള ആ നൂലാമലകളൊക്കെ അഴിക്കാൻ വേഗത്തിൽ ആക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എത്രത്തോളം ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് അടിയന്തരമായി ചെയ്യേണ്ടതായിട്ട് നമ്മൾ കാണുന്നത് ഈ പറയുന്ന വീടുകളിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി, ആ ഒരു സംശയമില്ല. മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞ കണക്ക് സമഗ്രമായൊരു മെമ്മോറാണ്ടം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. സമഗ്രമായ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ച പോലെ വിവിധ മേഖലകളുണ്ടല്ലോ. കൃഷിയിൽ തന്നെ പലതരം കൃഷികളിൽ ഏർപ്പെടുന്ന മനുഷ്യരാണല്ലോ അവിടെയുള്ളത്. തേയില കൃഷിയുണ്ട്, വാഴ കൃഷിയുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്താൽ, ഞാൻ അവിടെ യാത്ര ചെയ്യുമ്പോൾ വലിയ വാഴത്തോട്ടങ്ങൾ കാണാം, കമുകിൻ തോട്ടങ്ങൾ കാണാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ കൃഷിഭൂമി മുഴുവൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഓരോ സ്ഥലത്തും സംഭവിച്ച നഷ്ടങ്ങൾ എന്താണ്, അത് റീബിൽഡ് ചെയ്യുന്നതിന് എത്ര ഫണ്ട് ആവശ്യമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഞാൻ അക്കാര്യത്തിലൊരു തിടുക്കം സർക്കാർ കാണിക്കരുതെന്ന് ഉള്ള അഭിപ്രായമുള്ള ഒരാളാണ്. ഒരു സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഒരു തരത്തിലുള്ള ആലസ്യവും ബാധിക്കാൻ പാടില്ല. പക്ഷേ കാരണം ഈ പറയുന്ന നമ്മളിപ്പോൾ വാടക വീട്ടിലേക്ക് ഇവരെ കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും സംഭവിക്കാം മെഷീനറിയുടെ ഒരു സ്വഭാവം. അവരിപ്പോൾ വാടക വീട്ടിലാണല്ലോ എന്നുള്ള അവിടെ മുതൽ ഇതിൻ്റെ ഒരു ആലസ്യം ആരംഭിക്കും.
അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അടിയന്തര ലക്ഷ്യമായിരിക്കണം. അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയും വേണം. അപ്പോൾ അതിനകത്ത് ഈ ഹ്രസ്വകാല പദ്ധതികൾ കൂടാതെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ കൂടി വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സെക്ടർ വൈസായിട്ട് നമ്മൾ ഓരോ ഡാമേജും കണക്ക് കൂട്ടുന്നു, എന്നിട്ട് അത് റീബിൽഡ് ചെയ്യാൻ വേണ്ട ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് പറയുന്നതിനോടൊപ്പം തന്നെ നോക്കൂ, വയനാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ഇടം മാത്രമല്ല, അതൊരു ടൂറിസം മേഖല കൂടിയാണല്ലോ. ഇപ്പോൾ നമ്മളീ പറയുന്ന തൊഴിലാളികൾ അവിടെ വിവിധ തോട്ടങ്ങളിലൊക്കെ ജോലിയെടുത്ത് അവരുടെ ജീവിതം ജീവിക്കുമ്പോൾ പോലും ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങൾ അല്ലേ, നല്ല ഹോം സ്റ്റേ ഉള്ള സ്ഥലമാണ് വയനാട്. ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നോക്കൂ, ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഈ അനുബന്ധ വ്യവസായങ്ങളിൽ ഏർപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് അല്ലേ. അവിടെ ഭക്ഷണം കൊണ്ടുവരുന്നവരുണ്ട്, അവിടെ വൃത്തിയാക്കാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് കടകൾ വെച്ചിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് ആ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ വയനാട്ടിലെ ഈ ദുരന്തം ഉണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റായിട്ട് ഞാൻ കാണുന്നൊരു വലിയ ഭീഷണി, ഒരു ലോങ് ടേം ഭീഷണി എന്ന് പറയുന്നത് ഈ ടൂറിസം സാധ്യതകളെ അത് ബാധിക്കും. വയനാടിൻ്റെ ടൂറിസം സാധ്യതകളെ ബാധിക്കും. കാരണം വെച്ചാൽ അത് ഒരു സേഫ് സ്പോട്ടല്ല എന്ന് തോന്നിയാൽ ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടാകും. ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ ഒരു അവധിക്കാലം ചിലവഴിക്കാൻ വയനാട്ടിലേക്ക് പോകാൻ ആലോചിക്കുമ്പോൾ ഒരു 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 തടസ്സം വരുന്നില്ലേ അവിടെ? നമ്മളിതൊക്കെ റിയാലിറ്റി അല്ലേ, ഈ റിയാലിറ്റി അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മളുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ആദ്യത്തെ ഒരു 10 സ്പോട്ട് എടുത്താൽ അതിലൊന്ന് വയനാടാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകളൊക്കെ അടയുകയാണ്. അപ്പോൾ അത്തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സാധ്യതകൾ മങ്ങുന്നു, ആ ഇൻഡസ്ട്രിയുടെ സാധ്യതകളും മങ്ങുന്നു. ഒരു സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം ആളുകൾക്ക് വരുന്നു. ഈ ഒഡീഷ സ്വദേശികളായ 2 ഡോക്ടർമാർ ഇതിനകത്ത് മരിച്ചിട്ടില്ലേ അല്ലേ? ഈ പറയുന്ന അവിടെ ഈ മഴക്കാല ടൂറിസം എന്ന് പറയുന്നത് വയനാട്ടിലൊരു ടൂറിസമാണ്. മഴക്കാലത്ത് വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു അതെ. പിന്നെ അപ്പോൾ ആ രീതിയിൽ ഇപ്പം എത്രത്തോളം അഡ്വൈസബിൾ ആയിരിക്കും കുറച്ച് കാലത്തേക്കെങ്കിലും, ഞാൻ പറഞ്ഞ മനുഷ്യരുടെ മെമ്മറിയിൽ ഇത് നിൽക്കുന്നിടത്തോളം കാലം പല ആളുകളും ഇത് അഡ്വൈസ് ചെയ്യാൻ സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ ലോങ് ടേമിൽ നമുക്കുണ്ടാകാവുന്ന നഷ്ടങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു മെമ്മോറാണ്ടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ ഭാവനാപൂർണ്ണമായിട്ടായിരിക്കണം നമ്മൾ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം അതൊരു ഒരു ഹ്രസ്വകാല പദ്ധതിയല്ല. നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ കുറേ വീടുകളുണ്ടാക്കി ആ മനുഷ്യരെ അവിടെ കൊണ്ടുവന്നാക്കി, അതിൻ്റെ തൊട്ടടുത്ത് കളിസ്ഥലം ഉണ്ടാക്കി, ഒരു അങ്ങാടി ഉണ്ടാക്കി, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ അത് അവസാനിക്കാൻ പാടില്ല. അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, ഭാവിയിലേക്ക് വയനാടിൻ്റെ ഒരു ഭാവിയെ കൂടി കണ്ടുകൊണ്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് കേന്ദ്ര സർക്കാർ കാണുന്നുള്ള സൂചന തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് അക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു നല്ല ഉത്തരവാദിത്വം വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് ഏറ്റവും നല്ലൊരു ടീമിനെ വെച്ച്, ഏറ്റവും വിദഗ്ധരെ വെച്ച് ഇതിൻ്റെ ഷോർട്ട് ടേം ലോങ് ടേം ഇമ്പാക്റ്റ് എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ടും പഠിച്ചുകൊണ്ടും 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. ഒന്ന്, ഇനി ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നതിനെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന രീതിയിലുള്ള പ്രിപ്പയർഡ്നെസ്. 2, ഇത്തരത്തിൽ ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി വളരെ മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇവരെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുരന്തത്തിൻ്റെ അലേർട്ട്നെസ് വരികയോ ഒരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്, ഓൾറെഡി ബിൽറ്റാണത്. ഇതിപ്പോൾ നമുക്ക് അങ്ങനൊരു സംവിധാനം ഇല്ലെന്ന് മാത്രം നമുക്ക് കുറേ സ്കൂളുകളുണ്ടല്ലോ, ഈ സ്കൂളുകളിലേക്ക് അങ്ങ് മാറ്റുകയാണ്. അത് ഇപ്പം എൻ്റെ നാട് ആലപ്പുഴയാണ്. അവിടെ കുട്ടനാട്ടിൽ ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിക്കും ഈ വെള്ളപ്പൊക്ക കാലത്ത്. അവരുടെ ഒരു 2ാം വീടായിട്ട് അവർ അവിടുത്തെ സ്കൂളുകളെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ പൊരുത്തപ്പെടുകയാണ് മനുഷ്യർ. അപ്പോൾ ആ രീതിയിൽ അതൊക്കെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ് ഒരു സൊസൈറ്റി എന്നുള്ളതിലേക്ക് നമുക്കുള്ളത്. അവിടുത്തെ കർഷകർ വിള ചെയ്ത നെല്ല് ആണ് കേരളത്തിൻ്റെ നെല്ലറ എന്നാണല്ലോ നമ്മൾ അഭിമാനപൂർവ്വം കുട്ടനാട്ടിനെ കുറിച്ച് പറയുക. പക്ഷേ അവിടെ ജീവിക്കുന്ന മനുഷ്യർ ഈ വെള്ളക്കെട്ടിൽ ജീവിക്കുകയാണ്. ഏത് സമയത്തും വീട് വെള്ളം കയറി നശിക്കാവുന്ന ഒരു അവസ്ഥയിൽ അങ്ങേയറ്റം റിസ്ക്കിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നേരെ പോയിട്ട് അവരെ വിളിച്ച് നമ്മുടെ പള്ളിക്കൂടങ്ങൾ കൊണ്ടാക്കും. ആ പള്ളിക്കൂടങ്ങളിൽ അവർക്ക് ഭക്ഷണവും നല്ല വെള്ളവും കിട്ടാത്തൊരു സാഹചര്യം വരും. അപ്പോൾ മാധ്യമങ്ങൾ ഇടപെടും, അവരത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ സഹായങ്ങൾ അങ്ങോട്ടേക്ക് എത്തും. ഈ രീതിയിലൊക്കെയാണ് ഈ മനുഷ്യരെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുന്നത്, ഈ മെമ്മോറാണ്ടം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതൊരു ഷോർട്ട് ടേം പ്രോജക്റ്റ് മാത്രമാകരുത്. ഇപ്പോൾ നശിച്ചിരിക്കുന്ന കൃഷിക്കുള്ള പണം, ഇനി അത് റീബിൽഡ് ചെയ്യാനുള്ള പണം, അതിൻ്റെ നഷ്ടപരിഹാരം, അവിടെ നഷ്ടപ്പെട്ട വീട്, ആ വീടിൻ്റെ പുനർനിർമ്മാണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രം ചുരുങ്ങാതെ അത് അവരുടെ മൊത്തം ഭാവിയെ കണക്കിലെടുക്കുകയും ആ ജില്ലയുടെ ഈ പറയുന്ന ടൂറിസം അടക്കമുള്ള മേഖലകളിൽ ഇനി വരാനിരിക്കുന്ന അപകടകരമായ തിരിച്ചടികളെ കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് ഉള്ളൊരു പ്രോജക്റ്റായിരിക്കണം സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മൾ അതിനകത്ത് കാണിക്കുന്ന അവധാനതയും ഭാവനയുമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ശ്രീ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? തിരച്ചിൽ അവസാന ഘട്ടത്തിലോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് തന്നെയാണ് 3 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.